ഗൈസ്, ഇന്ന് നമുക്ക് നമ്മുടെ നാട്ടിലെ ഉത്സവത്തിന് കുറച്ച് വിശേഷങ്ങൾ കാണാം. അപ്പോൾ 6 മണിയായപ്പോൾ തന്നെ കെട്ടുകാഴ്ച സംഭവങ്ങളൊക്കെ വരുന്നുണ്ട്. ഈ ഒരു സമയമായിട്ട് കൂടി ഇപ്പം ഞാൻ വോയിസ് ഓവർ ചെയ്യുന്നത് ഏകദേശം 11 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. ഈ സമയത്തും അവിടെ അമ്പലത്തിൽ പരിപാടികൾ നടക്കുകയാണ്, ഗാനമേള പരിപാടികളൊക്കെ നടക്കുകയാണ്. വെടിക്കെട്ട് കാണാൻ വേണ്ടിയിട്ട് കുറേ സമയം ഞങ്ങൾ വെളിയിൽ വെയിറ്റ് ചെയ്തൊക്കെ ഇരുന്നു. പക്ഷേ ഇതുവരെ സംഭവങ്ങളൊന്നും നടന്നിട്ടില്ല. അപ്പോൾ 6 മണിയായപ്പോൾ തന്നെ കെട്ടുകാഴ്ചകളും സംഭവങ്ങളൊക്കെ വന്നു തുടങ്ങി. പിന്നെ ഈ ചെണ്ടമേളത്തിൻ്റെ ചേട്ടന്മാർ, ഇവരുടെ ചെണ്ടമേളം സത്യം പറഞ്ഞാൽ എനിക്ക് കേൾക്കാനായിട്ട് പറ്റിയില്ല. അതിനുള്ള റീസൺ എന്ന് പറയുന്നത് ഞാൻ പിന്നെ പറയാം. അത് കഴിഞ്ഞിട്ട് കുറേ ഫ്ലോട്ട് ഉണ്ടായിരുന്നു. നോർമലി ഉള്ള ഉത്സവത്തിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഈ പ്രാവശ്യം ഭയങ്കര ഗ്രാൻഡായിട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് കണ്ടുകൊണ്ടിരിക്കാൻ ഒരു സുഖമൊക്കെ ഉണ്ടായിരുന്നു. ഒരുപാട് ഫ്ലോട്ട് ഉണ്ടായിരുന്നു, പല കഥകൾ പറയുന്ന ഒരുപാട് ഫ്ലോട്ടുകൾ ഉണ്ടായിരുന്നു. ഞാൻ ഓരോന്നായിട്ട് ഇങ്ങനെ വീഡിയോസിൽ ഇടുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഫ്ലോട്ടിൻ്റെ കൂടെ ഇപ്രാവശ്യം കുറച്ച് വെറൈറ്റി ഫ്ലോട്ട്സൊക്കെ ഞാൻ കണ്ടു. സത്യം പറഞ്ഞാൽ നോർമലി കാണുന്ന ഫ്ലോട്ടിൽ നിന്ന് അതുപോലെ തന്നെ ഭയങ്കര വെറൈറ്റി ആയിട്ട് തോന്നിയൊരു സാധനം ഈ പോണ വള്ളംകളി. ഇതിനെക്കുറിച്ച് എനിക്ക് 2 വർത്താനം പറയാനുണ്ട്. ആ കാണുന്ന കൊച്ചു പയ്യനില്ലേ, അവന് കണ്ണാടി വെച്ചിട്ട് ഏസ്തറ്റിക് ആയിട്ടിരുന്ന വള്ളം തന്നെയാണ്. എൻ്റെ പോലെ അവനെ കണ്ടപ്പോൾ തൊട്ട് എനിക്ക് ചിരി നിർത്താൻ പറ്റുന്നിട്ട് ഓൻ എന്നെ നോക്കി ചിരിക്കുന്നുണ്ട്, ഞാനും ഓനെ നോക്കി ചിരിച്ച് രണ്ടുപേരും കൂടെ അവിടെ കിടന്ന് ചിരിച്ച് മറിയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞാൽ ഈ ചെണ്ടമേളത്തിൻ്റെ പോർഷൻ എത്തിയ സമയത്ത് ഈ ബാക്കി വരുന്ന വണ്ടിയൊക്കെ അറിയാലോ അവിടെ ചെണ്ടമേളം നടക്കുകയാണെന്ന്. അപ്പോൾ ഇവർ അവരുടെ മ്യൂസിക് ഒന്ന് ഓഫ് ചെയ്യേണ്ടേ, നമുക്ക് ചെണ്ടമേളം കേൾക്കണ്ടേ. പക്ഷെ അവരത് ഓഫ് ചെയ്യുന്നതുമില്ല, ചെണ്ടമേളം മര്യാദയ്ക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഓരോരോ ഫ്ലോട്ടുകളായിട്ട് അതിൻ്റെ ഓരോരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. മീൻ കഥയൊക്കെ അവിടെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അപ്പം കുറേയൊക്കെ മാറി തിരിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കുക, വീഡിയോ എടുക്കാൻ നോക്കുക. അതിൻ്റെ ഇടയ്ക്ക് കൂടെ വണ്ടികളൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ തട്ടി വീഴാതെ അതിനാ വണ്ടി കൂടെ വീഴാതെ മാറി നിന്ന് വീഡിയോ എടുക്കാൻ, അങ്ങനെ കുറേ വീഡിയോസ് കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. ലിറ്ററലി പറഞ്ഞാൽ ഓരോ ഫ്ലോട്ടിൻ്റെ കഥ പോലും എനിക്ക് മനസ്സിലായിട്ടില്ല. കാരണം ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എല്ലാം കാരണം നമുക്ക് അവിടെ എന്താണ് പറയുന്നത്, എന്താണ് കാണിക്കുന്നതെന്നൊന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. അതിൻ്റെ ഏറ്റവും വെറൈറ്റി ആയിട്ടുണ്ടായിരുന്ന ഒരു ഫ്ലോട്ട് ഇത് ഇതായിരുന്നു എന്ന് പറയുന്നത്. ഇതിൻ്റെ വായിൻ്റെ അകത്തുനിന്ന് തീ വരുന്നുണ്ടായിരുന്നു ഗൈസ്. അങ്ങനെ അതിൻ്റെ വീഡിയോസൊക്കെ എടുക്കാൻ ഞാൻ മാക്സിമം ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. കിട്ടിയ ഒരു പോർഷൻ ഞാൻ ഇവിടെ ഇടാം. അങ്ങനെ ഫ്ലോട്ടും വള്ളംകളിയും എല്ലാം പോയി കഴിഞ്ഞപ്പോൾ നമ്മുടെ ചെക്കന്മാരുടെ തുള്ളലിൻ്റെ പരിപാടികളായിരുന്നു. നമ്മുടെ നാട്ടിൽ എന്ന് പറയുമ്പോൾ ഇത് പുതുശ്ശേരി അമ്പലത്തിൻ്റെയാണ്. അപ്പോൾ പിള്ളേരെല്ലാം ഭയങ്കര സീനായിരുന്നു, നാസിട്ടുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതിൻ്റെ കൂടെ കുറേ പോപ്പറൊക്കെ പൊട്ടിച്ച് ആദ്യമായിട്ടാണ് ഇത്രയും ഭയങ്കര ഗ്രാൻഡായിട്ട് നടത്തുന്നത്. ഞങ്ങളുടെ ഈ ഏരിയയിൽ വന്നിട്ട് ഇവർ ഇത്ര ഗ്രാൻഡായിട്ട് നടത്തുന്ന ആദ്യമായിട്ടാണ്. അങ്ങനെ ഭയങ്കര അടിപൊളിയായിട്ട് ഉത്സവം തീർന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് ഈ ഉത്സവത്തിൽ എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് പാട്ട് എന്ന് പറയുന്നത് ആ വള്ളംകളി തന്നെയായിരുന്നു. ആ വള്ളംകളിയിൽ എസ്തറ്റിക് ബോയും ഓൻ്റെ ആ കണ്ണാടിയും ഓൻ്റെ ആ ചിരിയും ആൻഡ് ഓൾസോ ഗുഡ് ഓവറോൾ ഭയങ്കര അടിപൊളി ഒരു ഉത്സവമായിരുന്നു. അപ്പോൾ ഓക്കേടാ, ബൈ.